ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ വന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാച്ചിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 5 ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് ആരും കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കൈകാക്കു എങ്ങനെയാണ് ഒരു അപ്പർ റാങ്ക് ഡീമൻ ആയെന്ന് കാണിക്കുകയാണ്. അപ്പർ റാങ്ക് 1 ഡീമൻ ആയിട്ടുള്ള കൊക്കുഷിബോനെ കണ്ടതും കൈകാക്കു ഫൈറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ കൊക്കുഷിബ മൂസാൻ്റെ ബ്ലഡ് കൈകാക്കുവിന് ഓഫർ ചെയ്ത്. അത് കുടിച്ചപ്പോഴാണ് കൈകാക്കു ഒരു ഡീമൺ ആയിട്ട് മാറിയത്. എടാ സെനിറ്റ്സു, നീ എത്ര പവർഫുൾ ആണെങ്കിലും ഒരു അപ്പർ റാങ്കിനെ കൊല്ലാൻ നിന്റെ ഈ പവർ പോരാ എന്ന് പറഞ്ഞ് കൈകാക്കു അവൻ്റെ സോഡ് എടുത്തിട്ട് തണ്ടർ ബ്രീത്തിങ് സെക്കൻഡ് ഫോം ലൈറ്റിംഗ് ബോൾ ഉപയോഗിച്ച് സെനിറ്റ്സുവിനെ അറ്റാക്ക് ചെയ്യാണ് കൈകാക്കു. നീ ഇത്രയും പവർഫുള്ളായോ? അതിന് കാരണം നീ ഒരുപാട് പേരെ തിന്നിട്ടുണ്ടാവില്ലേ? നിനക്കിപ്പോൾ റൈറ്റും റോങ്ങും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ കൈകാക്കു പറയാണ്, നീ പോടാ ചെറുക്ക, എനിക്ക് റൈറ്റും റോങ്ങും നന്നായി തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് തണ്ടർ ബ്രീത്തിൻ്റെ തേർഡ് ഫോമായ ബസി മോസ്കിറ്റയും ഫിഫ്ത്ത് ഫോമായിട്ടുള്ള ഹീറ്റ് ലൈറ്റിങ്ങും സെനിറ്റ്സുവിന് നേരെ ഏൽപ്പിക്കുകയാണ്. ഇതൊന്നും പോരാന്നിട്ട് ലൈറ്റ്നിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ ഷോവർ ഫോം ഉപയോഗിച്ചിട്ട്, അതായത് ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ഷോവർ ഫോം ഉപയോഗിച്ചിട്ട് സെനിറ്റ്സുവിനെ അറ്റാക്ക് ചെയ്യുക. അതോടെ സെനിറ്റ്സുവിൻ്റെ ബോധം തന്നെ പോവുകയാണ്. ഈ ടൈമിൽ സെനിറ്റ്സു അവൻ്റെ അപ്പൂപ്പനെ കാണുകയാണ്. അങ്ങനെ സെനിറ്റ്സു വീണ്ടും അത് യൂസ് ചെയ്യാൻ പോവാണ്. ഇവൻ്റെ ശരീരത്തിൽ ഇനിയും സ്ട്രെങ്ത് ഉണ്ടോ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ തണ്ടർ ബ്രീത്തിങ് സെവൻത്ത് ഫോം, അതായത് സെനിറ്റ്സു മാത്രം ക്രിയേറ്റ് ചെയ്തൊരു തണ്ടർ ഫോമാണിത്. തണ്ടർ ബ്രീത്തിങ് സെവൻത്ത് ഫോം ഫ്ലെയിമിംഗ് തണ്ടർ കോഡ് യൂസ് ചെയ്ത് കൈകാക്കുവിന് വരെ നോക്കാൻ പറ്റാത്ത സ്പീഡിൽ വന്നിട്ട് കൈകാക്കുവിൻ്റെ തലയെ ഉടലും വേറെ വേറെ മാറ്റിയെടുക്കുകയാണ്. ഇതോടെ സെനിറ്റ്സുവിൻ്റെ ആ കോട്ട് വരെ കത്തി പോകുന്നുണ്ട്. അതെന്തായിരുന്നു? ഞാനത് കണ്ടിട്ട് പോലുമില്ലല്ലോ. എനിക്കൊക്കെ പേടി തോന്നുന്നു. ആ കള്ളക്കളവൻ നിനക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊരിക്കലും എനിക്ക് എൻ്റെ അപ്പൂപ്പൻ പഠിപ്പിച്ചു തന്നതല്ല, ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറയാം നമ്മുടെ സെനിറ്റ്സു. അതായത് ഈ തണ്ടർ ബ്രീത്തിങ്ങിന് 6th ഫോം മാത്രമേ ഉള്ളൂ. ഈ 7th ഫോം എന്നത് സെനിറ്റ്സു മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ കൈകാക്കു പറയാണ്, എന്നെക്കാളും മോശമായ ഒരാൾ ഒരു തണ്ടർ ബ്രീത്തിങ്ങിന് ഒരു ഫോം കണ്ടുപിടിച്ച് എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. അതെ, ഞാൻ അവനോട് തോറ്റിരിക്കുന്നു. ഇല്ല, ഞാനത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഞാൻ എന്തായാലും താഴെ വീഴുകയല്ലേ, അവനും എന്നോടൊപ്പം താഴെ വീഴും. അവന് രക്ഷപ്പെടാനുള്ള സ്റ്റാമിന പോലും അവനില്ല. അങ്ങനെ വീണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ലേഡി ഡമായോടെ കൂടെയുള്ള ചെക്കല്ലേ ഓൻ വരുന്നത്. ചെക്കൻ്റെ പേരിനോട് മറന്നുപോയി. ഈ ചെക്കൻ വന്നിട്ട് നമ്മുടെ സെനിറ്റ്സിനെ രക്ഷിക്കും. എന്നിട്ട് കൈകാക്കുവിനോട് പറയും, മറ്റുള്ളവരുടെ സഹായിക്കാത്തവനെ സഹായിക്കാൻ ആരും തന്നെ കാണത്തില്ല എന്ന് പറഞ്ഞ് അവൻ ആ സെനിറ്റ്സുവിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതോടെ ഈ ചാപ്റ്റർ 5 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്ത ചാപ്റ്ററായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.